ഉണ്ണിയേശു പിറന്ന ദിവസമാണ് ഇത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പപ്പാഞ്ഞിയായിട്ട് പോവാറുള്ളതാണ്. ആ ദിവസങ്ങളിൽ ഒരുപാട് ഗിഫ്റ്റ്സ് ആയിട്ട് പോവാറുള്ളതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ദിവസം. പിന്നെന്താ, ആ ദിവസത്തിൽ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് മീൻസ് ട്രീസൊക്കെ ഡെക്കറേറ്റ് ചെയ്യും, പുൽക്കൂടുണ്ടാക്കും. ഉണ്ണിയേശുവിനെ പുൽക്കൂടിനകത്താണല്ലോ കിടത്തിരിക്കുന്നത്. മാലാഖ വരും, ബൾബിടും, ബലൂൺസ് ഇടും, സ്റ്റാർസ് ഇടും. അങ്ങനെ നമ്മൾ ഡിസംബറിൽ വരുന്ന ആ ആഘോഷത്തിൽ നമ്മൾ പുൽക്കൂടുണ്ടാക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തന്നെ വലിയ ട്രീ ഉണ്ടാക്കും. അതിലിങ്ങനെ കുറേ ഗിഫ്റ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി ഇടും. പിന്നെ കുറേ ലൈറ്റ്സൊക്കെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ പള്ളിയിൽ പോകും. പിന്നെ ഉണ്ണീശോനെ നമ്മൾ മിഡ് നൈറ്റിൽ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ നമ്മൾ പുൽക്കൂട്ടിലേക്ക് എടുത്ത് വെക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കരോൾ ഗാനം കൂടെ പാടും. ഓക്കെ, ഇതൊക്കെ ക്രിസ്മസിൽ 25 ഇതൊക്കെ ഡിസംബർ 25 നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. അതൊരു ആഘോഷമാണ് ഭയങ്കര. ഇവിടത്തെക്കാട്ടിയും എനിക്ക് തോന്നുന്നു യൂറോപ്പ് കൺട്രീസിലൊക്കെ അതിങ്ങനെ സ്നോ ടൈമൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ നടക്കുന്ന ഒരു വലിയ സെലിബ്രേഷനാണ്. ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷനാണ് ആ സെലിബ്രേഷൻ. ഡിസംബർ 25 ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. ആ ദിവസം നമുക്ക് കുറേ കേക്ക് കഴിക്കും. പ്ലം കേക്ക്, ഐസിങ് കേക്ക്, അങ്ങനെ കുറേ കേക്ക്സ് കഴിക്കാൻ പറ്റും. ഫ്രണ്ട്സ് ഉണ്ടാവും. സ്കൂളിൽ ആ ഒരു ദിവസം അല്ലെ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് നമുക്ക് ഹോളിഡേ കിട്ടും. അവിടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പപ്പാഞ്ചീനെ കാണാം, നമ്മുടെ വീട്ടിൽ വരും. അവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. അപ്പോൾ ഈ 2 സെലിബ്രേഷൻ കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ്.